ഓ അവള് പോയിട്ട് കുറെ ദിവസമായി. ഇപ്പൊ എന്നാ വരണാണാവോ? ഇപ്പൊ എടുത്തൂല, വിളിച്ചോക്കട്ടെ. അല്ലാ ആ എന്താണൊക്കെ പോണർക്ക് എത്ര മടി? ഇതൊന്നും വരുന്നില്ലേ? 5-6 ദിവസമായല്ലോ പോയിട്ട്. ആ പിന്നെ വേറെന്താ? ഒക്കെ മേടിക്കും. ഇവിടെ ഇൻഷുറൻസ് അടക്കാൻ തന്നെ പൈസ ഇല്ലാണ്ടിരിക്കുക. ആകെ ബുദ്ധിമുട്ടില്ല. ശരി, ഞാൻ ഭക്ഷണം അവിടെ കഴിക്കുന്നുണ്ട്. വിജയന്റെ അവിടേക്ക് പോവാറുണ്ട്. പിന്നെ അപ്പൊ ഇവിടെ ഉണ്ടാക്കി കഴിക്കുക. നീ പോയി ആജിക്ക് കഴിക്കാൻ പറ്റുമോ? ആ എന്താ ചെയ്യാ? കായുള്ളതനുസരിച്ച് മേടിക്ക. ഇജ്ജൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോരാ, എനിക്ക് വാടകണ്ടേ. ആ ഓട്ടോറിക്ഷ വിളിച്ച് പോരാട്ടാ. കുട്ടറ പനിയൊക്കെ വേദല്ലേ? മരുന്നൊക്കെ കൊടുക്കണില്ലേ? അന്ന് തന്നെ പോരട്ടാ. ഇനി വെച്ച് നീട്ടണ്ട, എനിക്ക് വയ്യ വച്ചുണ്ടാക്കാന്. ശരി എന്നാട്ടാ, ഓക്കെ. അല്ലാ, പെണ്ണുങ്ങളെ ഇല്ലാത്ത വീട് വല്ലാത്ത കഷ്ടട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാ. വിളിച്ചോനെ, പെണ്ണുങ്ങളുള്ളപ്പോഴേ ഒരു വിലയില്ല. പെണ്ണുങ്ങളില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയണത് കഷ്ടം. ഇൻഷുറൻസ് അടച്ചിട്ടില്ല, വാടകയായിട്ട് ശരിക്കില്ല, ഈ കുട്ടികളുടെ ഫീസ് അടച്ചിട്ടില്ല. ഈ അവിടെ നിൽക്കണേ, ഇപ്പൊ തരാ, ഒരു തുള്ളി വെള്ളപ്പ തരാട്ടോ. അവിടെ നിൽക്ക്. കൊണ്ടുപോയിട്ടുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ കുട്ടിയുടെ ഫീസ് അടക്കണം, റേഷൻ കടയിൽ പോകണം, ഇതൊക്കെ ചെയ്യാം. ഒരുപാട് പണികൾ കെടുക്കുക, കഷ്ടം തന്നെ. ആസ്പത്രി പോവാണ്ട്. ഒന്ന് അടങ്ങിൻ്റെ ആടെ എന്തൊരു മലക്ക എന്നോട് തോറ്റു. അപ്പൊ ഉച്ചക്കൊന്നും കഴിച്ചില്ലേ? ഈ ഇല്ലാത്തൊരു അടങ്ങറായി എന്നോട്. കുടിച്ചൂടിട്ടാ, കുടിച്ചൂടിട്ടാ. കുടിച്ചൂടേക്ക് വാറ പോവാണ്ട് എടങ്ങറായി എന്നോണ്ട്. അല്ലാത്തൊരു മലക്കം. കുറച്ചോനെ പോയോ നോക്കട്ടെ, അതിൽ ഓട്ടം കിട്ടുമോ നോക്കട്ടെ. അല്ലാ, അല്ല ഇവിടെ ഇറങ്ങില്ല. ആ കോഴിക്കടറ അവിടെ, ആ കോഴിക്കടറ അവിടെ നിർത്തിയാൽ മതി. കോഴിക്കടറ അവിടെ, ആ കോഴിക്കടറ അവിടെ നിർത്തിയിട്ടേ ഇറക്കിയാൽ മതി. അവിടെ ശരിട്ടാ. എന്താ ഓട്ടൊന്നുമില്ല, 2 ലോക്കലോടി തന്നെ. എന്താ ഓട്ടണ്ടാ ഓടിയാ? എവിടുക്ക ഓടണ്? ഭയങ്കര ചൂടാണ്. റോഡും അങ്ങനത്തെ റോഡുകള്. എന്താ ഒരു 250 രൂപ ഓടി. ഇവിടെ ഓട്ടം കുറവാ, മാത്രം വണ്ടിക്കാരാ. എല്ലാവർക്കും കിട്ടണ്ടേ? ഞാൻ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കോഴിക്കട നിക്കണ കാരണം മട്ടത്തിലെ ഭാഗത്ത് നടന്നു പോകും. അതിന് മുതലാളി കിടുകിട് പറയാണേ. എന്താ ചെയ്യാ? ഞാൻ നോട്ടെ, ചെറിയൊരു ലോക്കലുണ്ട്, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. എവിടെ മുതലാളിയില്ലേ? കല്യാണത്തിന് കോഴി പറഞ്ഞിട്ടായിരുന്നു. റേറ്റ് കാര്യങ്ങളൊക്കെ മുതലോട് പറഞ്ഞിട്ടുണ്ട്. 600 രൂപ കോഴിയാണ്. രാത്രിക്ക് വേണം. എത്ര മണിക്കാ കിട്ടാ? ഒരു 12 മണിയുടെ ഉള്ളിൽ 600 രൂപ മറക്കരുത് കേട്ടാ. റേറ്റ് കാര്യങ്ങളൊക്കെ മുതലോട് പറഞ്ഞിട്ടുണ്ട്. 600 രൂപ കോഴി ഒരു മണിയുടെ ഉള്ളിൽ എത്തിക്കിട്ടാ. അപ്പൊ ശരിട്ടാ. പോട്ടെ. ഒന്നില്ലെങ്കിൽ കടയിൽ നിൽക്കുക, അതല്ലെങ്കിൽ വണ്ടി ഓടിക്കുക. ഞാനൊരു വാടക വന്നപ്പോ അർജന്റായിട്ട് പോയതാണ്. കല്യാണത്തിന് എത്ര കിലോ കോഴി അവർ എടുക്കുന്നു? നാളത്തെ കല്യാണത്തിനോ? എത്ര? 600 കിലോ. 600. അൽഹംദുലില്ലാ, മോളുടെ കല്യാണം നല്ല പിടിക്കാൻ കഴിച്ചു. നീ വീട്ടിലേക്ക് പോകാൻ ഒരു വണ്ടി ഇല്ലല്ലോ. എല്ലാവരും പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കായില്ലോ. എന്താ ചെയ്യാ? ഏതെങ്കിലും വണ്ടി കിട്ടോ? ചെയ്യാ. ഇപ്പൊ എല്ലാവരും പോയി കിട്ടും. ആവശ്യ നേരത്തിൽ ഒരു വണ്ടി കിട്ടില്ല. പഠിച്ച എന്താ ചെയ്യാ? ഇപ്പൊ വീട്ടിലേക്ക് പോവാന് ഒരു വണ്ടി കിട്ടുന്നില്ല.
ഉഷാറുണ്ട് കൈ കാണിക്കട്ടെ ആ വീട്ടിലേക്ക് പോവാനാ മോളുടെ കല്യാണം കഴിഞ്ഞതാ പോവാ എവിടെ നിർത്തിക്കോ കേട്ടാ എവിടെ എവിടെ ആ $450 മതിയാ എന്താ എന്നോട് വെച്ചോളൂ കുഴപ്പമില്ല അത്ര അകലെങ്കിൽ വന്നതല്ലേ അപ്പൊ എല്ലാവരുടെയും സന്തോഷം നമുക്ക് വേണ്ടത് ആ വണ്ടിയുടെ മുകളിൽ അബ്ദുൽ കലാമിന്റെ ഫോട്ടോ ആണല്ലോ മൂപ്പരേ ആധാർ കാർഡ് ഉണ്ട് പണ്ടം പണയം വെച്ചൊക്കെ ഉണ്ട് മൂപ്പരപ്പം എൻ്റെ വണ്ടിയിൽ ലാസ്റ്റ് കയറിയത് ഇതന്നെയാണ് മൂപ്പര തന്നെയാണ് അത് നോക്കും പൈസ ഒക്കെ വീണ് പോയി എവിടെയെന്ന് അറിയില്ല ഇനിയിപ്പോ എവിടെ പോയിട്ടോ തെരയാ പടച്ചോന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ആകെ വഴക്കാവും എനിക്കായേ എന്താ നിങ്ങള് വിഷമിച്ചിരിക്കണേ സ്വർണം പണയം വെച്ചിട്ട് ആധാർ കാർഡും സ്വർണം പോയി എവിടെയെന്ന് അറിയില്ല ഇനിയിപ്പോ എവിടെയൊക്കെ തരിക ഓ നിങ്ങള് സെന്ററിന്നേ വണ്ടി വിളിച്ചില്ലേ വണ്ടിന്ന് കിട്ടിയതാ പേഴ്സ് ഇങ്ങടെയാണോ നോക്കിയാ ആധാർ കാർഡും ഇതൊക്കെ കിട്ടി എല്ലാം ഇല്ലേ എല്ലാം ഉണ്ട് ആ ആയിക്കോട്ടെ ഞങ്ങളുടെ കയ്യിൽ കിട്ടാണ്ട് തിരിച്ചു കിട്ടി കയറി വെള്ളം കുടിച്ചിട്ട് പോവാം ഒന്നും വേണ്ട മാനമൈദീന ഞാൻ പോവാണ് കേട്ടാ ഇവിടെ എനിക്ക് സമാധാനായത് ഇപ്പൊ ഒന്ന് ഉറങ്ങട്ടെ സമാധാനായിട്ട് കേട്ടാ അല്ലാ അടച്ചോനെ ഭയങ്കര ചൂടാണേ ചൂടിട്ട് വയ്യ ഒരു മഴ എടുത്ത് പോയി കുളിയൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു ഇനി വെപ്പടാണ്ട് കിടന്നുറങ്ങാം ഇതിപ്പോ നല്ലത് ചൂടാണ് ഈ സഹിക്കാനും വയ്യ അല്ലാ കൊറേ കടകളെ പോയിട്ട് അന്വേഷിച്ചു കൊറേ സ്ഥലത്തിലെ പോയിട്ട് അന്വേഷിച്ചു ലാസ്റ്റ് കോഴിക്കടകളെ പോയിട്ട് അന്വേഷിച്ചു ഇവിടെ എല്ലായിടത്തുള്ള ഒരു വണ്ടി ഓടിക്കൊണ്ടെന്ന് പറഞ്ഞു അത് കല്യാണത്തിന് പിടിച്ചു കിട്ടിയ പൈസനെ എന്താ ചെയ്യാ കിട്ടോ നിങ്ങൾ എന്തായാലും അവിടെ പോയി നോക്കി നോക്കാട്ടാ ഇന്നലത്തെ കാലത്ത് പൈസ കിട്ടി ആരും തിരിച്ചു തരുമോ നമുക്ക് അവിടെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പോയിട്ട് അന്വേഷിക്കാം നമുക്ക് ആ ബാക്കിൽ അബ്ദുൽ കലാമിന്റെ ഫോട്ടോ ഉണ്ട് ആ വണ്ടിയിലെ പോലും അടുത്ത വണ്ടി നമ്മള് പുറ കണ്ടില്ലേ ആളെ കണ്ടാ തിരിച്ചറിയാ കടക്കാരൻ പറഞ്ഞ വീട് ഇതാണ് നമുക്ക് പോയിട്ട് അന്വേഷിക്കാം ഒന്ന് വരി ഇനി ഉറങ്ങിണ്ടാവും ആള് ഒന്ന് പോയോക്കാം ഇതാണ് കേട്ടാ വണ്ടി അബ്ദുൽ കലാമിന്റെ ഫോട്ടോ കണ്ട ഇതാണ് ഇക്കാനെ വിളിക്കാം ഇക്കായേ ആള് നല്ല ഉറക്കം തോന്നുന്നു നല്ല ഉറക്കട്ടോ മനസ്സിലായില്ല ആരാ എന്താ മക്കളെ ആരാ എന്താ ഈ നേരത്ത് മൂപ്പര മോളുടെ കല്യാണമായിരുന്നു വരുമ്പോ ഇങ്ങടെ വണ്ടിയിൽ മൂപ്പര് കയറി കയ്യില് ഒരു കവർ ഉണ്ടായിരുന്നു അത് വണ്ടിയിൽ വെച്ച് മറന്നു അതൊന്ന് നോക്കാൻ വേണ്ടിട്ടോ നോക്കിക്കോളെ മൂപ്പരനെ കേട്ടാ വേറെ ആള് മാറിയിട്ടില്ല മൂപ്പരനെ മക്കളെ ആ ഡിക്ക് തുറന്നിട്ട് നോക്കിക്കോളേട്ടാ എന്താ നോക്കിയാ ഇതാണ് ഇതാണ് എന്റെ മോളുടെ കല്യാണത്തിന് പിരിഞ്ഞ് കിട്ടിയ പൈസ കേട്ടാ ഇത് കൊണ്ടുപോയിട്ട് വേണം കടം കളിപ്പിട്ടാണ് മക്കളുടെ ഭാഗ്യം കൊണ്ട് ആ പൈസ തിരിച്ചു കിട്ടിയിട്ടാ ഇതേട്ടാ ഇത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ടാണ് ഇത് വെച്ചോളൂ ഒന്നും വേണ്ട കല്യാണം കഴിഞ്ഞല്ലേ അതൊക്കെ കഴിഞ്ഞോട്ടെ കേട്ടാ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ കണ്ടിരുന്ന് ഞാൻ വീട്ടിലെത്തിച്ചേരുന്ന പൈസ കേട്ടാ ഞാൻ തീരെ കണ്ടില്ല സന്തോഷായിക്കാ കിട്ടിയതിന് ആയിക്കോട്ടെ കേട്ടാ മനസ്സൊക്കെ നിറഞ്ഞില്ലേ ഓക്കെ ശരി 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 അല്ലാ എല്ലാ രക്ഷിതാക്കളുടെയും അവസ്ഥ ഇതല്ലേ എല്ലാരും അല്ല കാക്കട്ടെ